വരുന്നു ഞങ്ങൾ, വരുന്നു ഞങ്ങൾ, വരുന്നു നാഥാ നിന്നെ പിന്തുടരാം. വിശ്വാസത്തിൻ നാളവുമായി വിശ്വം മുഴുവൻ നേടാനായി ജീവിതമർപ്പിച്ചിടാൻ ഈ നിമിഷം. വിശ്വാസത്തിൻ നാളവുമായി വിശ്വം മുഴുവൻ നേടാനായി ജീവിതമർപ്പിച്ചിടാൻ ഈ നിമിഷം. എൻ്റെ ഏറ്റവും പ്രിയ മക്കളെ, നിങ്ങളുടെ അപേക്ഷ എന്താണ്? ഞങ്ങൾക്ക് ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയുടെ ജീവിതമനുസരിച്ച് ഉടുപ്പ് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സഭയുടെ ന്യായപ്രമാണങ്ങളിലും ചട്ടങ്ങളിലും പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സം നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഉദറാനൻ ബസ്മേദ് മറിയ നെഗുവേസ്മേദ് മറിയ ബാര മറിയാസ് മാസ്ലോ മാരൻ അംകോ ഈ സഭയിലെ കന്യാസ്ത്രീ ആദ്യം തന്നെ പരിത്യാഗം ചെയ്ത് സ്വമനസ്സിനെയും ബുദ്ധിയെയും ത്യജിച്ച് തന്നെ മുഴുവനും അനുസരണയാൽ മേലധികാരികൾക്ക് കീഴ്പ്പെടുത്തിയിരിക്കണം. മേലധികാരികളിൽ നിന്ന് ഉണ്ടാകുന്ന ശാസനകൾ, അപമാനങ്ങൾ, പ്രായശ്ചിത്തങ്ങൾ ഇവയെല്ലാം ക്ഷമയോടുകൂടി സഹിക്കണം. ഇതെല്ലാം പാലിച്ചാൽ നിത്യജീവൻ പ്രാപിക്കുമെന്ന് ദൈവനാമത്തിൽ വാക്കുതരുന്നു. മാറൻ ഈശോമിശിഹ ബ്രദ് ആലാഹ ഹയ്യ ഹൈലഷ്പിയ ദ ബർക്കാസ. വിശുദ്ധ ഫ്രാൻസിസ്കോസിന്റെയും വിശുദ്ധ ക്ലാരയുടെയും സഭയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അവിടുത്തെ പോലെ ഹോമബലിയായി തീരുന്നതിന് ക്രൂശിതനായ ഈശോയെ മണവാളനായി സ്വീകരിക്കുക. വിശുദ്ധ കിരീടം നേടുന്നതിന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നെവേർഖേൻ ആലാഹ മെഷേം ഹേൽക്കോൻ ആബ വൗറ ഉ റുഹാദ കുദുശ. ആമേൻ. യാസ്യസ്ത്യ ശകുന്തളേതി ഹൃദയം സംസ്പൃഷ്ടമുൽക്കണ്ഠയ കണ്ഠസ്തംഭിത ബാഷ്പവൃത്തി കലുഷ ചിന്താജടം ദർശനം വൈക്ലഭ്യം മമ താവതീദൃശം അഹോ സ്നേഹാദരണ്യൗ അഗൗസഹ പീഠ്യന്തേ ഗൃഹിണത കഥം നു തനയ വിശ്ലേഷ ദുഃഖേർനവൈഹി.
ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ? അൽഫോൺസായ്ക്കൊരു പുതിയ ദൗത്യമുണ്ട്. വാകക്കാട് സെന്റ് പോൾസ് LP സ്കൂളിലെ അധ്യാപികയാവണം. സ്കൂൾ മാനേജറായി പാണ്ഡ്യമാക്കലച്ഛനുണ്ട്. അതെ, കുര്യൻ പാണ്ഡ്യമാക്കലച്ഛൻ. സിസ്റ്റർ ഇസബല്ലയാണ് ഹെഡ് മിസ്ട്രസ്. സിസ്റ്ററിനെ വേണ്ട പോലെ സഹായിക്കണം കേട്ടോ. വരൂ. സിസ്റ്റർ അൽഫോൻസ 3-ാം ക്ലാസ്സിൽ വേണം പഠിപ്പിക്കാൻ. ശരി. പോകുന്നതിന് മുമ്പ് സിസ്റ്റർ ഈ ഹാജർ ബുക്ക് കൂടി കൊണ്ടുപോയിക്കോളൂ. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വരണം. കുറച്ച് എഴുതാനുണ്ട്. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം. പാപമാമെന്നെ നീ കാക്കുമാറാകണം. എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം. നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം. നമുക്കിനി അരയുടെ പട്ടിക പഠിക്കാം. ഓരര അര, ഈരര 1, മൂവര 1.5, നാലര 2, അയ്യര 2.5, ആറര 3. ദൈവമേ എന്റെ സഹായത്തിനു വരണമേ. ബാവായിക്കും പുത്രന് റുഹാദ് കുതുശായിക്കും സ്തുതിയായിരിക്കട്ടെ. പൂർവ്വത്തിലും ഇപ്പോഴും എല്ലായ്പ്പോഴും അനാദി സദാകാലവും ഉള്ളതുപോലെ ആമേൻ. വർഷകാലം കഴിഞ്ഞു, മഴയും വിട്ടുമാറി. എന്റെ സ്നേഹിക്കപ്പെട്ടവളെ, എഴുന്നേറ്റു വരിക. കർത്താവേ സ്തുതിക്കുക, സിഹിയോനേ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. എന്തുകൊണ്ടെന്നാൽ താൻ നിന്റെ പടിവാതിലുകളുടെ പൂട്ടുകളെ ഉറപ്പിച്ചു, നിന്നിൽ നിന്റെ മക്കളെ ആശീർവദിച്ചു. താൻ നിന്റെ അതിർത്തികളെ സമാധാനത്തിൽ സ്ഥാപിച്ചു, നിന്നെ ധാന്യപുഷ്ടികൊണ്ട് തൃപ്തിപ്പെടുത്തുന്നു. കന്യകമാരിൽ സുന്ദരമണിയേ, ഉന്നതഗഗനേ, ശോഭനകായേ, നിന്നുടെ സ്രഷ്ടാ തൻ സുതനായി നീ പാലൂട്ടി വളർത്തിയിടുന്നു. അൽഫോൻസ, കുഞ്ഞെ അൽഫോൻസ, സിസ്റ്റർ വെള്ളം ഇങ്ങെടുത്തേ. അൽഫോൻസ, ഈ വെള്ളം കുടിക്കും. എനിക്ക് സുഖം ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. സുഖം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ ഒരു സമയാവും. അൽഫോൻസയ്ക്ക് വരാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അൽഫോൺസ കാരണം നമ്മുടെ നൊവിഷ്യേറ്റ് പോലും മാറ്റിവെക്കുമെന്ന് തോന്നി. പക്ഷേ ദൈവം എല്ലാം ക്രമീകരിച്ചു. നാളെ ഒരു പുണ്യ ദിവസമാണ്, ക്ലാര പുണ്യവതിയുടെ തിരുനാള്. അന്ന് തന്നെ നിങ്ങളെ നൊവിഷ്യേറ്റ് വെച്ചത് നന്നായി.
അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയമണവാട്ടികളാകുവാൻ ഞങ്ങളെ വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നു. ക്രൂശിതനായ അങ്ങേ അടുത്തനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ പരിഹാരത്തിന്റെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ നയിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ അധികാരികളെയും ആത്മീയ പാലകരെയും അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകട്ടെ. അതിനായി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ആമേൻ. അൽഫോൺസ, ലോയിസ് അച്ഛനാണ് നോവിഷ്യേറ്റ് ഗുരു. അദ്ദേഹം സാത്വികനാണ്. കർമ്മലീത്ത സഭയിലെ അംഗമാണ് ഞാൻ. ചാവറയച്ചനാണ് ഞങ്ങളുടെ ഗുരു. അമ്മ എന്നെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്തോളൂ. എന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ദൈവത്തെ അറിയുന്ന ഒരു പുണ്യവതിയാവുക. കുഞ്ഞെ, നോവിഷ്യേറ്റിലെ നിയമങ്ങൾ കർശനമാണ്. പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം ചെലവഴിക്കുക. പരിത്യാഗ കൃത്യങ്ങൾ ഏറെ ചെയ്യുക. ഫ്രാൻസിസ്കൻ ചൈതന്യമായ ജീവിത ലാളിത്യം വളർത്തിയെടുക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മേലധികാരികളെ പരിപൂർണമായി അനുസരിക്കാൻ ശ്രമിക്കുക. അവർ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ശരി അമ്മേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ, ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. നീതിസൂര്യനായ എൻ്റെ ഈശോയെ, നിന്റെ ദിവ്യ കതിരിനാൽ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ജ്വലിപ്പിച്ച് നിന്റെ നേരെയുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോടൊന്നിപ്പിക്കണമേ. അയ്യോ, രക്തമാണല്ലോ മുഴുവൻ. അൽഫോൻസ, എന്തുപറ്റി? അൽഫോൻസ, എങ്ങനെയുണ്ട് എന്റെ പൊന്നുമോൾക്ക്? ഒന്നും പറയാൻ വയ്യ. ഞാനൊന്ന് കാണട്ടെ. മോളെ, എങ്ങനുണ്ട്? എനിക്കൊരാഗ്രഹമുണ്ട്. നൊവിഷ്യേറ്റെങ്കിലും പൂർത്തിയാക്കണമെന്ന്. എന്റെ കർത്താവ് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു. എന്റെ മോളുടെ ആഗ്രഹങ്ങള് സഫലമാവട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഏതായാലും ഞാൻ പറഞ്ഞ കഷായം കൊടുത്തു നോക്ക്. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോന്നറിയാമല്ലോ. ശരി അച്ഛാ. ശരി. ഇങ്ങനെ രോഗിണിയെ എങ്ങനെ ഇവിടെ പാർപ്പിക്കുക? ഇക്കണക്കിന് പോയാ എങ്ങനെയാ നോഷീറ്റ് പൂർത്തിയാക്കാൻ സാധിക്കുക? ഭരണജ്ഞാനത്തിന് തിരിച്ചയക്കാം, അതാ നല്ലത്. അങ്ങനെയൊന്നും അയക്കാൻ ഒക്കുകയല്ല. പിതാവിന്റെ അനുവാദം വേണം. മെത്രാനച്ചൻ സമ്മതിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയല്ല. അങ്ങനെയാണ് നിയമം. എങ്കിൽ ശരി, പിതാവിനെ കണ്ടിട്ടാവാം ബാക്കി കാര്യങ്ങൾ. എങ്കിൽ മദറിനോട് വിവരം പറഞ്ഞേക്കാം. പറഞ്ഞതെല്ലാം കേട്ടു. അവളെ നേരിട്ടൊന്ന് കാണട്ടെ, എന്നിട്ടാകാം തീരുമാനം. ശരി പിതാവേ. ഉം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അൽഫോൻസ, എങ്ങനെയുണ്ട്? പിതാവേ, ഞാൻ എല്ലാ കാര്യവും ഈശോയ്ക്ക് വിട്ടുകൊടുത്തു. നീ വിഷമിക്കേണ്ട, ദൈവമെല്ലാം ക്രമീകരിക്കും. എന്റെ ഈശോ എന്നെ കൈവിടുകയില്ല. ആ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ. അവളെ ഭരണജ്ഞാനത്തിന് തിരിച്ചു വിടണ്ട. അവൾ ഇവിടെ കിടന്ന് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ. ഉവ്വ് പിതാവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ. ഇനി ഒരു രക്ഷയുമില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാവുന്നതിന്റെ അപ്പുറം ചെയ്തു കഴിഞ്ഞു. കല്ലറ ഒരുക്കേണ്ടത് എവിടെയാണെന്ന് തീരുമാനിച്ചാൽ മതി. ഏതെങ്കിലും ഒരു അച്ഛനെ വിളിച്ച് ഒപ്രസ്മ കൊടുക്കാം. അതേ ഇനി വഴിയുള്ളൂ.
ആ, രാത്രി കൂടെ ചെന്ന് നോക്കണം. എപ്പോഴാ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് കഴിയുന്നത്. കൂടെ ചെന്ന് നോക്കാറുണ്ട്. നൊവേനയുടെ അവസാന ദിവസമല്ലേ ഇന്ന്? ഇന്ന് എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം രക്ഷിക്കട്ടെ. ഉവ്വ് പിതാവേ, ഞാൻ പരിശ്രമിക്കാം പിതാവേ. ഈശോയെ പ്രതി എന്തും സഹിക്കാൻ എനിക്കിഷ്ടമാണ്. മിണ്ടടക്ക സമയത്ത് സംസാരിക്കുന്നത് എന്താണ്? ഇതാ ഏലിയാസ് അച്ഛൻ വന്നിരിക്കുന്നു, കാണുന്നില്ലേ? എന്റെ രോഗം സുഖമായി അമ്മേ. ഏലിയാസ് അച്ഛൻ ഇവിടെ വന്നു, ഞാൻ കണ്ടു. എന്നെ ആശീർവദിച്ച് എന്നെ തൊട്ട് ഈ ദീനം സുഖമായിരിക്കുന്നു. ഇനിമേൽ ഈ രോഗം നിനക്കുണ്ടാവുകയില്ല. എങ്കിലും നീ മറ്റു പലവിധ രോഗങ്ങളാൽ ഇനിയും പീഡിപ്പിക്കപ്പെടും എന്നെന്നോട് പറഞ്ഞു. ഒരുപക്ഷെ എന്റെ തോന്നലോ സ്വപ്നമോ ആയിരിക്കാം. മോളെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരിക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, സഹനമാണ് ദൈവാനുഭവത്തിനുള്ള ഒരേ ഒരു മാർഗം, എന്തും സഹിക്കാനുള്ള ശക്തി. കുരിശിൽ കിടക്കുമ്പോഴും കർത്താവ് പറയുന്നത്, ഇവർ ചെയ്യുന്നതെന്തെന്നിവർക്കറിയില്ല, ഇവരോട് പൊറുക്കണമേ എന്നാണ്. തന്നോട് ക്രൂരത കാട്ടിയവർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പറഞ്ഞതിൻ്റെ ബാക്കി തുടരാം. നിങ്ങളെ കാരണം കൂടാതെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ നീതീകരിക്കാൻ ശ്രമിക്കരുത്. കുറ്റപ്പെടുത്തുന്നവന്റെ മനസ്സിലെ തോന്നലാവാം. നാം കുറ്റവാളികളാകണമെന്നില്ല, പരമമായ സത്യം മറിച്ചാവാം. എന്നാലും നീതീകരിക്കാൻ ശ്രമിക്കരുത്. അൽഫോൻസിങ് വന്നേ. സുഖമൊക്കെയാണോ? സുഖമാണ്. അസുഖം കുറഞ്ഞോ? പിന്നെ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഉവ്വ്. കാനൂൻ നമസ്കാരമൊക്കെ സമയത്ത് ചൊല്ലുന്നുണ്ടോ? ഉവ്വ് പിതാവേ. വലിയ പുണ്യവതിയാണെന്ന വിചാരം. പിതാവിനെ അധികാരികളെയും ഒക്കെ പ്രീതിപ്പെടുത്തി നടക്കുക. ഞാൻ വിചാരിച്ചത് ആ കിടപ്പ് സ്വർഗത്ത് ചെന്ന് എഴുന്നേക്കൂന്ന്. ആർക്കറിയാം, സ്വർഗത്തിലാണോ അതോ. സഹോദരിമാരെ, ദൈവവിളി ദൈവത്തിന്റെ ദാനമാണ്, നമ്മുടെ മിടുക്കല്ല. അതിനാൽ എളിമയുള്ള നന്ദിയുള്ളൊരു ഹൃദയം നമ്മൾ സൂക്ഷിക്കണം. അൽഫോൺസായ്ക്കിനി ഭരണജ്ഞാനത്തേക്ക് മടങ്ങിപ്പോവാം. എന്തായാലും നോവിഷ്യേറ്റ് പൂർത്തിയാക്കാൻ പറ്റിയല്ലോ. നാളെ നിത്യവ്രതവും കഴിയും. ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിന് ദൈവം നിന്നെ ശക്തയാക്കട്ടെ. പരിത്യാഗത്തിന്റെ ജീവിതം നയിക്കുന്നതിന് ദൈവം തന്റെ കൃപ വർഷിക്കട്ടെ. അൽഫോൻസ സഹോദരിയായ ഞാൻ സർവശക്തനായ ദൈവത്തോടും പരിശുദ്ധ കന്യകാമറിയത്തോടും സ്ലീഹന്മാരായ മാർ പത്രോസിനോടും മാർ പൗലോസിനോടും വിശുദ്ധ ഫ്രാൻസിസ്കോസിനോടും വിശുദ്ധ ക്ലാരയോടും സകല മോക്ഷവാസികളോടും എത്രയും പെരിയ ബഹുമാനപ്പെട്ട എൻ്റെ മേൽപ്പട്ടക്കാരനായ അങ്ങയോടും ഇപ്പോഴത്തെ ശ്രേഷ്ഠത്തിയായ താങ്കളോടും വിശുദ്ധ ക്ലാരയുടെ ലഘൂകരിച്ച സഭയുടെ എല്ലാ നിയമങ്ങളും കീഴ്വഴക്കം, വിരക്തി, ദാരിദ്ര്യം എന്നീ വ്രതങ്ങളും ജീവിച്ചുകൊണ്ട്
എൻ്റെ ആയുഷ്കാലം മുഴുവൻ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞൊക്കുന്നു. എനിക്ക് വയ്യാഞ്ഞിട്ടും ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നോ നാഥ, നിന്റെ സഹനത്തിൽ പങ്കുചേരാനാ. അയ്യോ അൽഫോൻസ, എന്തു പറ്റി അൽഫോൻസ? എഴുന്നേക്ക്, എഴുന്നേക്ക് അൽഫോൻസ, പതുക്കെ നടക്കൂ. പതുക്കെ. ലക്ഷണം വെച്ച് നോക്കുമ്പോ TB ആകാനാ സാധ്യത. ട്യൂബർകുലോസിസ് എന്നുവെച്ചാൽ ക്ഷയം. അയ്യോ, എന്നാ പിന്നെ പകരുന്നല്ലേ ഡോക്ടർ? അതെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? മാറ്റി പാർപ്പിക്കണം. മറ്റുള്ളവർ കൂടി വന്നാൽ മാറ്റി പാർപ്പിക്കുള്ളൂ മാർഗം. സഹനമാം തീച്ചൂളയിൽ വൈഡൂര്യമായി മിന്നി സ്നേഹപുത്രി അൽഫോൻസാ ത്യാഗ പുണ്യനിധി. സഹനമാം തീച്ചൂളയിൽ വൈഡൂര്യമായി മിന്നി സ്നേഹപുത്രി അൽഫോൻസാ ത്യാഗ പുണ്യനിധി. ഓർമ്മയിൽ തേജോമയം തവ ജീവിതം സതതം. സ്നേഹപുത്രി അൽഫോൻസാ ത്യാഗ പുണ്യനിധി. സഹനമാം തീച്ചൂളയിൽ വൈഡൂര്യമായി മിന്നി സ്നേഹപുത്രി അൽഫോൻസാ ത്യാഗ പുണ്യനിധി. ഹൃദയ സ്വർണ്ണ വിളക്കുമായി പരലോകമാർന്നീടാൻ ധ്യാനസുരഭിലയൽഫോൻസാ യേശുവിൻ ദാസി. ഹൃദയ സ്വന്ത വിളക്കുമായി പരലോകമാർന്നീടാൻ ജ്ഞാനസുരഭിലയൽഫോൻസാ യേശുവിൻ ദാസി. വീണുവയലിൽ ധാന്യമായി അഴുകി ഫലം നൽകാൻ. വീണുവയലിൽ ധാന്യമായി അഴുകി ഫലം നൽകാൻ. വിണ്ണിലെ പൂവാടിയിൽ നീ ത്യാഗ സാന്നിധ്യം. സ്നേഹപുത്രി അൽഫോൻസാ ത്യാഗ പുണ്യനിധി. സഹനമാം തീച്ചൂളയിൽ വൈഡൂര്യമായി മിന്നി സ്നേഹപുത്രി അൽഫോൻസാ ത്യാഗ പുണ്യനിധി. അപ്പൊ എന്താണ് നമുക്ക് തീരുമാനിക്കേണ്ടത്? മാറ്റി പാർപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതാ നല്ലത്. എനിക്കൊന്നും തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനോട് ഒരു നൊവേന നടത്താം. അത് തന്നെ എനിക്കും തോന്നുന്നേ. ഇന്നേക്ക് 9-ാം ദിവസം എൻ്റെ പനി വിടുന്നില്ലെങ്കിൽ എന്നെ മാറ്റി താമസിപ്പിച്ചുകൊള്ളാൻ പറയണം. ശരി, അതുവരെ നമുക്ക് നോക്കാം. അങ്ങനെ മതി അമ്മേ.
വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു നൊവേന എല്ലാവരും കൂട്ടമായി നടത്തണം. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. സിസ്റ്റർ സെലിൻ, നൊവേന ഇന്ന് തന്നെ തുടങ്ങണം. ശരി അമ്മേ. പരിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും മാതൃകയായിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയായി ഞാൻ അങ്ങയുടെ പക്കൽ വരുന്നു. അങ്ങയുടെ ജീവിതാരംഭത്തിൽ സ്വർഗരാജ്ഞിയായ അമലോത്ഭവ കന്യക അങ്ങയെ വാത്സല്യപൂർവ്വം കടാക്ഷിക്കുകയും സ്നേഹഭാജനമായി സ്വീകരിക്കുകയും ചെയ്തുവല്ലോ. ആ നാഥയുടെ സന്നദ്ധിയിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അങ്ങ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹപാത്രമാകയാൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളും സിസ്റ്റർ അൽഫോൻസായുടെ രോഗശാന്തിയും എന്നെ ജീവിതകാലത്ത് സംരക്ഷിക്കുകയും. അത്ഭുതമായിരിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ മഹത്വം. ഒരു പാട്ടുകുർബാന നടത്തണം. രാത്രി എന്താണ് സംഭവിച്ചത്? പറയത്തക്കതായ ഒന്നും സംഭവിച്ചില്ല. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടോ? കൊച്ചുത്രേസ്യ പുണ്യവതിയെ കാണുവാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു കർമ്മലീത്ത കന്യാസ്ത്രീ എന്റെ അടുത്തു വന്ന് നിൽക്കുന്നതായും എന്നെ സ്പർശിച്ച് നിന്റെ പനി വിട്ടു മാറിയിരിക്കുന്നു, മേലിൽ പകർച്ചവ്യാധികളൊന്നും ബാധിക്കുന്നതല്ല, എന്നാൽ മരണം വരെ പലവിധ രോഗങ്ങൾ നിന്നെ പീഡിപ്പിക്കും എന്നറിയിച്ചിട്ട് മറഞ്ഞുപോയതായി എനിക്ക് തോന്നി. ദൈവമേ, എന്നിട്ട്? പിന്നീട് ഏലിയാസച്ചൻ വന്ന് എന്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ച് വേലക്കാരിയുടെ കിടക്കയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം നടത്തി. ഇതൊക്കെ എന്റെ തോന്നലോ മറ്റോ ആയിരിക്കാം. അതുകൊണ്ട് മറ്റാരെ അറിയിക്കണ്ട. എന്റെ സ്നേഹനാഥ, കുരിശിൽ നീ എന്തുമാത്രം സഹിച്ചു. എനിക്ക് രോഗം വന്നോട്ടെ, സാരമില്ല. എന്റെ മണവാള, നിന്റെ സഹനത്തിന്റെ ഓഹരിയല്ലേ, എന്തു വേണേലും ഞാൻ സഹിച്ചോളാം. ഇവിടെ വെച്ചിരിക്കുന്ന പഴങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണുന്നല്ലോ. ഇവിടെ രോഗിയായി കിടക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി വെച്ചിരുന്ന പഴങ്ങളാ. ആരാ ഇവിടുന്ന് പഴങ്ങൾ എടുത്തത്? അൽഫോൺസ് അല്ലേ പഴം എടുത്ത് തിന്നത്? അൽഫോൺസ് മുട്ടുകുത്തി ക്ഷമ ചോദിക്കണം. കർത്താവേ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യമാണെങ്കിലും സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കുന്നു. സഹോദരിമാരെ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അൽഫോൻസ, എന്തിനാണിപ്പോൾ വയ്യാതെ തോട്ടത്തിൽ പണിയാൻ വന്നത്? ഓ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ സഹോദരി. സഹോദരി, ഈ റോസിന് കൂടി അല്പം വെള്ളം ഒഴിക്കാവോ? പിന്നെ ഞാൻ ഒഴിക്കാം. അൽഫോൻസ സഹോദരി, ഞാൻ വെള്ളം ഒഴിക്കാം. സഹോദരി വാസ് വയ്ക്കാമോ? നാളെ മാതാവിന്റെ പെരുന്നാളല്ലേ? ശരിയാ, അൽഫോൺസ് ഭംഗിയായി പൂവയ്ക്കും. നാളത്തെ കുർബാനയ്ക്കല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമാ. ഞാൻ ചെയ്തോളാം. ഗോതമ്പ് മണികൾ നല്ലതുപോലെ ഇടിച്ചു പൊടിക്കുമ്പോൾ വെണ്മേറിയ മാവ് കിട്ടുന്നു. അത് ചുട്ടെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തിയായി തീരും. ഇപ്രകാരം നമ്മളും നമ്മുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് ഞെക്കിഞ്ഞെരുക്കപ്പെട്ട ആ ഓസ്തി പോലെയായിത്തീരണം. വീഞ്ഞുണ്ടാക്കുന്നത് എങ്ങനെയാണ്? നല്ല മുന്തിരിപ്പഴങ്ങൾ ചക്കിലിട്ട് ഞെരിക്കുമ്പോൾ ചാറ് കിട്ടുന്നു. അത് നാം സംഭരിച്ചു വെച്ച് ശുദ്ധീകരിക്കുമ്പോൾ നല്ല വീര്യമുള്ള വീഞ്ഞായി. അതുപോലെ കഷ്ടതകൾ കൊണ്ടും വേദനകൾ കൊണ്ടും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നാം ആത്മവീര്യമുള്ളവരാകും. കുഞ്ഞൂട്ടാ, എന്താ ചെയ്യാ?
എന്തു പറ്റി? ഇതാ കത്ത്. നമ്മുടെ മോളെ മഠത്തുനിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്ത്? അതെ, അന്നക്കുട്ടിയെ ഭരണങ്ങാനം മഠത്തുനിന്ന് പുറത്താക്കിയിരിക്കുന്നു. അയ്യോ, ആരെഴുതിയെന്ന് നോക്കിയോ? ആരാ എഴുതിയെന്നില്ല. നമുക്ക് അവിടം വരെ പോയി അന്വേഷിക്കാം. ഞാൻ പോയെന്ന് അന്വേഷിച്ചു വരാം. സിസ്റ്റർ, എന്റെ കുഞ്ഞെവിടെ? മദറിന്റെ കൂടെ എവിടെയോ പോയിരിക്കുവാണല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോളെ, അപ്പാ, ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എന്താ അപ്പാ? എന്താ ഔസേപ്പച്ച വിശേഷം? എന്റെ കർത്താവേ, എന്നെ കൂടുതൽ എളിമയുള്ളവളാക്കാനുള്ള ദൈവപരിപാലനയുടെ പ്രവർത്തനമാണിത്. ഇതെഴുതിയ ആളിനോട് എനിക്കൊരല്പം പോലും വിഷമം തോന്നുന്നില്ല. എന്നാ ഞാൻ പോട്ടെ അമ്മേ. ഔസേപ്പച്ചൻ മനസമാധാനമായിട്ടിരിക്കൂ. ഞങ്ങളില്ലേ ഇവിടെ. ധൈര്യമായിട്ട് വീട്ടിൽ പൊയ്ക്കോളൂ. ഇതെല്ലാം ദൈവഹിതമാണ്. മോളെ, നല്ല ചൂടുണ്ട്. ദൈവമേ, സിസ്റ്റർ, ഇത് കയ്യിൽ വെച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. ശരി. എന്നെ ഉപദ്രവിക്കരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ അപ്പച്ചൻ അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത്. സുബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. എന്നെ കൊല്ലല്ലേ, എനിക്ക് കാണണ്ട. ഞാനൊരു പാവല്ലേ, എന്നെ കൊല്ലല്ലേ. പൊയ്ക്കോ, എനിക്ക് എന്റെ മോളെ കാണണ്ട. പൊയ്ക്കോ, എന്നെ കൊല്ലല്ലേ. എനിക്ക് എന്റെ മോളെ കാണണ്ട. പൊയ്ക്കോ, കള്ള കള്ള. കള്ള, ഞാനൊരു പാവല്ലേ. എന്റെ കള്ള, നീ എളുപ്പത്തിൽ ഓടിപ്പൊക്കോടാ. നിനക്ക് വേണമെങ്കിൽ ആ കൊടയും പെട്ടിയും കൂടെ എടുത്തു. അല്ലെങ്കിൽ അമ്മമാരിപ്പൊ കപ്പേളേന്ന് വരും. അവര് വന്നാ പിന്നെ നിനക്കൊന്നും തരത്തില്ല. നിനക്ക് വേണമെങ്കിൽ ആ പുതപ്പും കൂടെ തന്നേക്കാം. അത് നിനക്ക് പുതയ്ക്കാൻ കൊള്ളത്തില്ല. അൽഫോൻസ, തീരെ കനം കുറവാ. നിനക്ക് എന്താ പറ്റിയത്? നല്ലത് പെട്ടിയിലിരിപ്പുണ്ട്. പെട്ടിയുടെ അടിയിലിരിക്കുന്ന കനവുള്ള പുതപ്പ് എടുത്തോ. നിനക്ക് എന്താ പറ്റിയത്? ഓ, വയ്യ, എനിക്ക് വയ്യ. ഓ, വയ്യ. നീ എടുത്തു. എനിക്ക് വയ്യ. എനിക്ക് എഴുന്നേറ്റ് എടുക്കാൻ മേലല്ലോ.
കുഞ്ഞെ, അൽഫോൻസ, കുഞ്ഞിന് എന്നാ പറ്റിയത്? പാവല്ലേ, വെറുതെ എങ്ങനാ വിടുന്നേ? അൽഫോൻസയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയില്ല. കണ്ടമാനം ഭയന്ന് കാണും. അത് ക്രമേണ മാറിക്കോളും. എന്നാലും ഒരു ശ്രദ്ധ വേണം. എന്തെങ്കിലും മരുന്ന് കൊടുത്താലോ? വയസ്കര മൂസനെ വിളിച്ച് ഒന്ന് നസ്യം ചെയ്താൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാവും. നസ്യം വേണോ തളം വേണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വൈദ്യന്മാരാ. എന്തെങ്കിലും ചെയ്യാം. മാർഗം കർത്താവ് കാണിച്ചു തരാതിരിക്കില്ല. എന്റെ സ്നേഹനാഥ, നിന്നെ പ്രതി സകലതും ഉപേക്ഷിക്കുന്നവർക്ക് നീ സമ്മാനം പറഞ്ഞിട്ടില്ലയോ? ഞാൻ ഇതുവരെ എന്റെ ഇഷ്ടാനുസരണം ഒന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ. നിന്റെ ഇഷ്ടം നോക്കി ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥിതിക്ക് നീ എന്റെ ആഗ്രഹങ്ങൾ, അപേക്ഷകൾ ഒക്കെ സാധിച്ചു തരേണ്ടതല്ലേ? അതിനാൽ ഈ അപേക്ഷകൾ നീ സാധിച്ചു തരിക തന്നെ വേണം. അത് സാധിക്കാതെ ഞാൻ ഇവിടെ നിന്ന് മാറുകയില്ല. നീ ചോദിച്ചതൊന്നും ഞാൻ നിനക്ക് തരാതിരുന്നിട്ടില്ലല്ലോ. അപ്പോ ഞാൻ ചോദിക്കുന്നത് നീ തരേണ്ടതല്ലേ? ദൈവമേ, അങ്ങ് മനസ്സാകുന്ന വിധത്തിൽ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നോട് എന്തും ചെയ്തുകൊള്ളുക. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തിയാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ, ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്ഭുതം ഒക്കെ അഭിനയമാണെന്നേ. അങ്ങനെയൊന്നും പുച്ഛിച്ച് തള്ളാതെ സിസ്റ്റർ. ചില സമയത്ത് സിസ്റ്റർ അൽഫോൻസയുടെ ഭാവം കണ്ടാൽ അരൂപി ആവസിച്ചതുപോലെ തോന്നും. കാളാശ്ശേരി പിതാവ് വരികയില്ല. അതെന്താ? പിതാവ് പനി പിടിച്ച് കിടക്കുക. മലമ്പനിയാണെന്നാ തോന്നുന്നേ. മലേറിയ. അമ്മേ, ഈ പരീക്ഷ ഞാൻ തീർച്ചയായും ജയിക്കും. അതെങ്ങനെ അറിയാം? അതോ ഞാൻ പറയാം. ഇന്നലെ ഞങ്ങള് ഈ മഠത്തിലെ എല്ലാ അമ്മമാരുടെയും പേരെഴുതി കുറിയിട്ടു. എനിക്ക് കിട്ടിയത് അൽഫോൻസാമ്മയുടെ പേരാ. അൽഫോൻസാമ്മയുടെ പേര് കിട്ടി ആരും തോറ്റിട്ടില്ല. അതുകൊണ്ട് ഞാനും ജയിക്കും. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. പ്രാർത്ഥിക്കാമോ? പറ അമ്മ എന്ന് പറഞ്ഞേ. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ശരി. ഇരിക്കാം. അതൊക്കെ പിതാവ് മഠത്തിൽ വരുമ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നൊന്ന് പറയണം. പറയാം. പക്ഷെ പിതാവ് ഉടനെ വരാൻ സാധ്യതയില്ല. അതെന്താ? ഇപ്പൊ പല സ്ഥലത്തും മലമ്പനി വ്യാപിച്ചിരിക്കുകയാണ്. കാളാശ്ശേരി പിതാവിന് അസുഖമാ, മലേറിയ. പിന്നെ ഭരണങ്ങാന മഠത്തിലെ ത്രേസ്യാമ്മയ്ക്ക് ഇത് തന്നെയാ. പിതാവിന് രൂപത വക എന്തെന്ത് ജോലികളുണ്ട്. സിസ്റ്റർ ത്രേസ്യയ്ക്കാണെങ്കിൽ സ്കൂൾ ജോലിയും. ഞാനിവിടെ ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കുകയാണ്. സഹിക്കുക മാത്രമാണ് എൻ്റെ ജോലി. കർത്താവേ, അങ്ങേക്കിഷ്ടമാണെങ്കിൽ അവരുടെ പനി കൂടി എനിക്ക് തരണേ. അവരെ രോഗവിമുക്തരാക്കണേ. ഇതിപ്പോ വല്ലാത്തൊരവസ്ഥയിലായല്ലോ. പണ്ടേ രോഗിണി, ഇപ്പൊ മലമ്പനിയും കൂടിയായി. മറ്റുള്ളവരുടെ രോഗം ഏറ്റെടുക്കണമെങ്കിൽ വിശാലമായൊരു ഹൃദയം ഉണ്ടാകണം. രോഗം ഏറ്റെടുക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പരിചരിക്കുന്നവർക്കല്ലേ ബദ്ധപ്പാട്. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛന് വെള്ളി ശുദ്ധമാക്കുന്നവനെ പോലെ കർത്താവ് എന്നെ നോക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ നീറുകയും
വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിലാണെങ്കിൽ കഴുത്തു മുതൽ കാലിൻ്റെ മുട്ടുവരെയും തൊലി പൊളിഞ്ഞു പൊളിഞ്ഞു പോവുകയും ദേഹത്ത് നിന്ന് ചെന്നീരും വെള്ളവും പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും പഴുപ്പൊട്ടുമില്ല. മുഖവും കൈമുട്ടിന് താഴെയും പഴയ സ്ഥിതിയിൽ തന്നെ ഇരിക്കുന്നു. ഇതുകൊണ്ടൊന്നും തോന്നുന്നില്ല. എല്ലാം അവിടുന്ന് അളന്നു തൂക്കിയാണ് അയക്കുന്നത്. പനിയുടെ കൂട്ടത്തിൽ പാരവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഈ വേദനയുടെ കാഠിന്യം മാറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പീഡയായി മാറ്റുന്നതിനോ പ്രാർത്ഥിക്കൂ. ഈ പാരവശ്യം കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. പാരവശ്യം വരുന്ന കാര്യം ഓർക്കാൻ പോലും ശക്തിയില്ലാത്ത വിധം എനിക്കത് ഭയവും മറ്റുള്ളവർക്ക് വിഷമവും ഉണ്ടാക്കുന്നു എന്നത് വാസ്തവം തന്നെ. എന്നാൽ പാരവശ്യത്തിന് ശേഷം രാത്രിയിൽ അനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് കൂടെ കൂടെ വരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര വേദന അനുഭവിച്ചാലും അത് വേണ്ടവിധം സഹിക്കുന്നതിനുള്ള ദിവ്യാനന്ദം ഇത്രയ്ക്ക് അനുഭവിക്കാൻ ഇടയായിട്ടില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. എന്തുണ്ട് മോളെ വിശേഷമൊക്കെ? സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ നികത്തുന്നു. വിശുദ്ധ പൗലോസിനെ പോലെ അൽഫോൻസ, സഹനത്തിലൂടെ നീ അത് കാണിച്ചു തരുന്നു. രാത്രിയിൽ ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ നീ എന്തു ചെയ്യുന്നു? പിതാവേ, ഞാൻ സ്നേഹിക്കുകയാണ്. കൊള്ളാം. എൻ്റെ രൂപതയുടെ കാര്യം മുഴുവൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇതൊരു കൊച്ചു സമ്മാനമാണ്. ഞാനിപ്പോൾ കുരിശിലാണ് കിടക്കുന്നത്. കുരിശിൽ കിടന്നപ്പോൾ കർത്താവിന് കാലും കൈയും അനക്കുവാനോ തിരിക്കുവാനോ കഴിഞ്ഞില്ലല്ലോ. തലയിണയോ കിടക്കയോ ഉണ്ടായിരുന്നില്ല. കുരിശിൻ ചൂട്ടിൽ നിന്നവരൊക്കെ അവിടുത്തെ വേദനയിൽ കരുണയില്ലാതെ കർത്താവിനെ നിന്ദിക്കുക മാത്രം ചെയ്തു. എനിക്കാകട്ടെ എന്തും ചെയ്യാൻ തയ്യാറായി. ആശ്വസിപ്പിക്കുവാനും ശുശ്രൂഷിക്കുവാനും സഹതപിക്കുവാനും എത്ര പേർ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ കർത്താവിനേക്കാൾ ഞാൻ ശുശ്രൂഷിക്കപ്പെടുന്നല്ലോ. ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയല്ലേ? എൻ്റെ മണവാളൻ്റെ പീഡകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ എത്ര നിസ്സാരം. ശരീരഭാരം കുറവുള്ള പക്ഷികൾക്ക് വളരെ വേഗത്തിൽ പറക്കാൻ സാധിക്കും. ചില പക്ഷികൾ പറന്നാൽ ചിറകടിക്കുന്ന ശബ്ദം പോലും കേൾക്കുകയില്ല. ഞാനും അപ്രകാരം പറന്നു പോകും. എൻ്റെ ബലി പൂർത്തിയാകുമ്പോൾ നാഥൻ വന്ന് എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ഓടി എൻ്റെ കർത്താവിൻ്റെ മടിയിൽ ചെന്നിരിക്കും. നിങ്ങൾ ആരും അറിയുകയില്ല. ഒരു പാരവശ്യത്തോടെ ആയിരിക്കും എൻ്റെ മരണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അൽഫോൻസ വിശേഷങ്ങള്? നാളെ ഒരു യുദ്ധമുണ്ടച്ച. ഞാനതിനൊരുങ്ങുകയാണ്. ആ, എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞതാ. പഴയ ആയുധങ്ങളൊക്കെ തൂത്തും എനിക്ക് വെച്ചോളൂ. അത് തന്നെയാ ഞാൻ ചെയ്യുന്നത്. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാം.
സ്നേഹമലരേ അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ. അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ. മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാ ധന്യേ. ഒരു ഹോമബലിയായി നീ സുരദീപശിഖയായി സഹനത്തിൻ ശരശയ്യ തീർത്തു. ഒരു ഹോമബലിയായി നീ സുരദീപശിഖയായി സഹനത്തിൻ ശരശയ്യ തീർത്തു. ഒരു നാളിൽ അഖിലേശൻ നിറമോദവായ്പിന്റെ ജപസൂനമാല്യങ്ങൾ കോർത്തു. അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ. അമ്മേ വണങ്ങുന്നു നിന്നെ, മക്കൾ നമിക്കുന്നു നിന്നെ. മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസാ ധന്യേ. സുരലോകഗോളമേ വരദാന തീരമേ ക്ലാരസഭാരാമമലരേ. സുരലോകഗോളമേ വരദാന തീരമേ താരസഭാരാമമലരേ. മാനത്തെ വീട്ടിൽ പോലാരാമമാകും സ്വർഗത്തു ചേർക്കേണമിവരേ.